Hi friends, welcome back. Nothing Phone 1. ഈ ഒരു ഫോണിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വീഡിയോ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ Nothing Phone 1ന്റെ ഒരു വീഡിയോ ചെയ്തത്. കാരണം ആ ഫോണിന്റെ റിയൽ ലുക്കും കാര്യങ്ങളൊക്കെ റിവീൽ ആയി. അതൊരു യൂണിക് ഡിസൈനും കൂടിയായിരുന്നു. സോ അതിന്റെ വീഡിയോ ചെയ്തു അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷേ സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിനെ കുറിച്ച് ഭയങ്കരമായ എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ആൾക്കാർ കാത്തിരിക്കുന്നത്. എന്തൊക്കെയോ ഇതിനകത്ത് ഉണ്ട് എന്ന രീതിയിൽ ഭയങ്കര ഹൈപ്പിലാണ് ആൾക്കാർ ചിന്തിക്കുന്നതും പ്രീ ബുക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഇതിന് മാത്രം എന്താണ് ഈ ഫോണിനകത്ത് എന്ന് ഞാൻ ചിന്തിച്ചു. സത്യത്തിൽ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നി. കാരണം ഒരുപാട് തെറ്റിദ്ധാരണയും കൊണ്ടാണ് ആൾക്കാർ ഈ ഒരു ഫോണിനെ കാത്തിരിക്കുന്നത്. സത്യത്തിൽ ഒരു 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് മാത്രമല്ല ഇതൊരു യൂഷ്വലായ സാധാരണ ആൻഡ്രോയിഡ് ഫോൺ മാത്രമാണെന്നും മനസ്സിലാക്കാൻ. സോ എന്തൊക്കെയാണ് ഈ 4 കാര്യങ്ങളെന്നല്ലേ? ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഡിസൈൻ. ഇതൊരു യൂണിക് ഡിസൈൻ ആണ്, ഒരു വ്യത്യസ്തമായ ഡിസൈൻ ആണ്. ശരിയാണ്, ട്രാൻസ്പെറൻറ്റ് ബാക്ക് നന്നായിട്ടുണ്ട് കാണാൻ. വലിയ അപ്പടി നന്നായിട്ടെന്നല്ല, കുഴപ്പമില്ല. ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവർക്ക് അല്ലെങ്കിൽ വ്യത്യസ്തത ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു യൂണിക്കായ ഡിഫറൻറ്റ് ഡിസൈൻ തന്നെയാണ്. പക്ഷേ നമ്മുടെ മലയാളികളുടെ ഒരു രീതി നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഫോൺ വാങ്ങിയാൽ അതിന് ഏറ്റവും നല്ല സ്ട്രോങ് ആയ ഒരു കേസ് അങ്ങ് വാങ്ങിച്ചിടും. ഈവൻ ട്രാൻസ്പെറൻറ്റ് കേസ് പോലും പലർക്കും ഇഷ്ടമല്ല. അത് കളർ മാറും, ഭംഗി കുറയുമെന്ന് കരുതിക്കൊണ്ട് നല്ല ഹാർഡ് കേസുകൾ വാങ്ങിച്ചിടുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെയുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇതിൻ്റെ പുറകിൽ ഗ്ലാസ് ആയാലോ പ്ലാസ്റ്റിക് ആയാലോ ട്രാൻസ്പെറൻ്റ് ആയാലോ ഒരു വ്യത്യസ്ത ഫീലിംഗും കിട്ടാനില്ല. സോ ഇതൊരു സത്യാവസ്ഥയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ആദ്യം അവെയർ ആയിരിക്കുക, ഓർമ്മയുണ്ടാവുക. കാരണം ഈ ഒരു ഡിസൈൻ എന്ന് കേൾക്കുമ്പോൾ ഇതെന്തോ സംഭവമാണെന്ന് കരുതിക്കൊണ്ട് ബുക്ക് ചെയ്യാതെ അത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒരു കാര്യം ഇതാണ്, ട്രാൻസ്പെറൻറ്റ് ഡിസൈൻ യൂണിക്കാണ്, ഡിഫറൻ്റ് ആണ്. ബട്ട് നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമ്മൾ കേസെറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അതിൽ യാതൊരു സ്പെഷ്യാലിറ്റി ഉണ്ടാവില്ല. നമ്പർ 2, രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പ്രൊസസ്സർ. സ്നാപ്ഡ്രാഗൺ 7 Gen 1 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ എന്നാണ് ഇപ്പോഴേക്ക് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് പറയപ്പെടുന്നത് 30,000 തൊട്ട് 40,000 വരെയാണ്. കാരണം ഇതിൽ വയർലെസ് ചാർജിങ് കോയിലൊക്കെ ഇതിൻ്റെ റിയർ സൈഡിൽ കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് വയർലെസ് ചാർജിങ് കൂടി ഉള്ള ഫോണാണെങ്കിൽ ഉറപ്പായിട്ടും 30,000-40,000 രൂപ റേഞ്ചിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ്. അതിലും കൂടുമെന്ന് എനിക്കറിയില്ല, കാരണം വയർലെസ് ചാർജിങ് ഒക്കെ റെയർ കേസുകളാണ്. സോ ആ ഒരു റേഞ്ചിൽ വരുന്ന ഫോണിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 1 ഈ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അത്ര സ്പെഷ്യലാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നാപ്ഡ്രാഗൺ 7 Gen 1 2.4 GHz വർക്ക് ചെയ്യുന്ന ഒരു ക്ലോക്ക് സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊസസ്സറാണ്. അത്യാവശ്യം പവർഫുൾ ആണ്, മോശമൊന്നുമല്ല. 4nm പ്രൊസസ്സറാണ്, നല്ലതാണ്. പ്ലസ് ഇതിൻ്റെ പീക്ക് ഡൗൺലോഡ് സ്പീഡ് എന്ന് പറയുന്നത് 4.4 GB/s ആണ്. ഇത് നല്ലതാണ്, 30,000 രൂപയ്ക്ക് വരുന്നത് കുഴപ്പമില്ല. ബട്ട് മലയാളികൾ പൊതുവെ വാല്യൂ ഫോർ മണി ആയ ഫോണുകൾ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഇന്ന ആളുടെ ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിലെ കാശ് കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടി, ബ്രാൻഡ് നോക്കിയിട്ടൊന്നും കാശ് കൊടുക്കുന്ന പരിപാടി മലയാളികൾ കാണിക്കില്ല. ആ കാര്യത്തിൽ മലയാളി പൊളിയാ. എന്താണ് പറഞ്ഞു വരുന്നതെന്നല്ലേ? 30,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഈ ഫോണിൽ ഈ പറഞ്ഞ സെറ്റപ്പിൽ ഒരു 7 Gen 1 പ്രൊസസ്സർ ഇരിക്കുകയാണ്. ബട്ട് 30,000 രൂപയ്ക്ക് താഴെ തന്നെ IQ Neo 6 അല്ലെങ്കിൽ MI 11X അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ വരാൻ പോകുന്ന പോക്കോ F4 ഈ ഫോണുകളിലെല്ലാം സ്നാപ്ഡ്രാഗൺ 870 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. അതിൻ്റെ ക്ലോക്ക് സ്പീഡ് 3.2 ആണ്. അത് കുറേ കൂടി ബെറ്റർ ആയ പെർഫോമൻസ് നമുക്ക് തരും. അതിൻ്റെ പീക്ക് ഡൗൺലോഡ് സ്പീഡ് എന്ന് പറയുന്നത് 7.5 Gbps ആണ്. സോ ഈ പറയുന്ന 30,000 രൂപ മുകളിൽ വരാൻ പോകുന്ന 7 Gen 1 വെച്ചിട്ടുള്ള നത്തിങ് ഫോണിനേക്കാൾ ബെറ്റർ ആയ പെർഫോമൻസും നെറ്റ്വർക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് 30,000 രൂപ താഴെ കിട്ടുന്ന ഈ പറഞ്ഞ ഫോണുകളിലൊക്കെ ഉണ്ടായിരിക്കും. സോ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ആ നത്തിങ് ഫോണിനേക്കാൾ വാല്യൂ ഫോർ മണി ആയ ഫോണുകൾ 30,000 രൂപയ്ക്ക് താഴെ നമുക്ക് കിട്ടാനുണ്ട്. ഇനി അഥവാ നത്തിങ് ഫോൺ 30,000 രൂപ താഴെ വന്നാൽ തന്നെയും സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല. അവിടെ വരേണ്ടത് തന്നെയാണ്, യൂഷ്വൽ ആയ ഒരു ഫോൺ തന്നെയാണ്. അല്ലാതെ അവിടെ വ്യത്യസ്തമായൊരു പെർഫോമൻസ് ലെവലൊന്നും ഈ ഫോൺ കാണിക്കുന്നില്ല. സോ പെർഫോമൻസ് അളവിൽ അവിടെ പുതിയൊരു സംഭവമൊന്നും ഹാർഡ്വെയർ തലത്തിൽ കാണുന്നില്ല. പിന്നെ സോഫ്റ്റ്വെയർ തലമാണ്. അത് വന്നാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ട് നത്തിങ് ഓയിസിന്റെ പെർഫോമൻസ് എന്ന്. അത് വരട്ടെ, എന്നിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം ക്യാമറയുടെ ഭാഗത്ത് പറയുന്നത് 64 മെഗാപിക്സലിന്റെ OIS ക്യാമറ, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ക്യാമറ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ 50 മെഗാപിക്സലിന്റെ. രണ്ടായാലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ക്യാമറ ആയിരിക്കും എന്നുള്ള റൂമേഴ്സാണ് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് വരുന്നത്. അതൊരു നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. ബട്ട് 30,000 രൂപയ്ക്ക് താഴെ ഇപ്പോൾ ഒരുപാട് ഫോണുകളിൽ, സാംസങ് ഫോണുകളുണ്ട്, മോട്ടോ ഫോണുകളിൽ, അതേപോലെ ഇപ്പോൾ വരുന്ന പോക്കോ F4 പിന്നെ റിയൽമി ഫോണുകളിലൊക്കെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഫോൺ 30,000 താഴെ വന്നാലും മുകളിൽ വന്നാലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് എന്നുള്ളത് എക്സൈറ്റ്മെൻറ്റിന് പകരുന്ന ഒരു സംഗതിയല്ല, അത് കാഷ്വലായിട്ട് ഇവിടെ ഉള്ളത് തന്നെയാണ്. സോ ആ ക്യാമറയുടെ ഭാഗത്തും വലുതായിട്ടൊന്നും പറയാനില്ല. പിന്നെ ഡുവൽ ക്യാമറയുള്ളൂ, ഒന്ന് മെയിൻ ക്യാമറയും ഒന്ന് വൈഡ് ആംഗിൾ ക്യാമറയും. അതാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളൂ. അതിനപ്പുറത്ത് വേറൊരു ടെലിഫോട്ടോ ലെൻസോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അതിൽ കാണാനില്ല. സോ അതുകൊണ്ട് തന്നെ അവിടെയും സ്പെഷ്യൽ എന്ന് പറയാൻ മാത്രം ഒരു സംഗതികളൊന്നും കാണാനില്ല. പിന്നെ ഇത് വരുമ്പോഴുള്ള ഔട്ട്പുട്ട് ക്വാളിറ്റി അത് ബെറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും വന്നതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷെ അതിന് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എല്ലാം നന്നാവണം. നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ബട്ട് കേട്ടിടത്തോളം കൊണ്ട്
എക്സൈറ്റ്മെന്റിന് ഹൈപ്പിന് മാത്രമൊന്നും അവിടെ ഇല്ല. ഇനി നാലാമത്തെ കാര്യം, ഞാൻ 4 കാരണമാണല്ലോ പറഞ്ഞത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വയർലെസ് ചാർജിങ്. ഇതിന്റെ പുറകിൽ വയർലെസ് ചാർജിങ്ങിന്റെ കോയിൽ കാണുന്നുണ്ട്. സോ വയർലെസ് ചാർജിങ് പ്ലസ് 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, ഈ 2 കാര്യങ്ങളാണ്. ഇതിലും ഭയങ്കരമായൊരു എക്സൈറ്റ്മെന്റിനുള്ള ഒരു ചാൻസും അവിടെ ഇല്ല. കാരണം 45 വാട്ട് വയേർഡ് ചാർജിങ്, ഇവിടെ അതിനേക്കാൾ ബെറ്ററായ എത്രയോ വയേർഡ് ചാർജിങ് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാനുണ്ട്. സോ അത് വകയില്ല. വയർലെസ് ചാർജിങ് ആണ് പിന്നെ ഒരു എക്സൈറ്റ്മെന്റോട് നമുക്ക് പറയാനുള്ളത്. ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോൺ എടുക്കുന്ന എത്ര പേര് ഇതിൻ്റെ കൂടെ വയർലെസ് ചാർജർ വാങ്ങിക്കും? എനിക്ക് തോന്നുന്നില്ല. കാരണം വയേർഡ് ചാർജിങ് 45 വാട്ടിൻ്റെ ചാർജിങ് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്, അത് നല്ല ഫാസ്റ്റാണ്. വയർലെസ് ചാർജിങ് നിങ്ങൾ 2000-3000 കൊടുത്താലും കിട്ടാൻ പോകുന്നത് ഒരു 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. അത് എന്തോരം നേരം എടുക്കുമെന്ന് അറിയാലോ ചാർജ് ആവാൻ. അതിനേക്കാൾ എത്രയോ ഇരട്ടി സ്പീഡിൽ നമുക്ക് ഈ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വർക്ക് ചെയ്യും. സോ ഈ ഒരു വയർലെസ് ചാർജിങ് ഉണ്ടായതുകൊണ്ട് അവിടെ വലിയൊരു യൂസ് നമ്മൾ സാധാരണക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. കാശുള്ളവർ ചിലപ്പോൾ വലിയ വയർലെസ് ചാർജറൊക്കെ വാങ്ങിച്ച് സെറ്റപ്പ് ആയിട്ടിരിക്കുന്നവർക്ക് പറ്റുമായിരിക്കും. ബട്ട് വാല്യൂ ഫോർ മണി നോക്കുന്ന സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതിനകത്ത് വയർലെസ് ചാർജിങ് ഉണ്ട് എന്നുള്ളത് വലിയൊരു ഹൈപ്പിനും വക തരുന്നില്ല. സോ അപ്പോൾ ഈ 4 പോയിന്റുകളിൽ നിന്ന് തന്നെ ഈ ഒരു ഫോൺ 30,000 അല്ലെങ്കിൽ 35,000 രൂപ റേഞ്ചിൽ വരാൻ പോകുന്ന ഒരു സാധാരണ ഫോൺ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇതിലൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കി തരാൻ വേണ്ടി ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് താഴെ വന്ന നിങ്ങളുടെ അത്രയധികം എക്സൈറ്റ്മെന്റോട് കൂടിയ കമന്റുകൾ കണ്ടതുകൊണ്ടാണ്. സോ ഞാൻ ഈ പറയുന്ന പോലെ അത്ര വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ ഹൈപ്പിന്റെ കാരണം? എക്സാക്ട്ലി ഇതൊരു കുതന്ത്രമാണ് അല്ലെങ്കിൽ തന്ത്രമാണ് എന്ന് പറയാം. ആരുടെ? കാൾപേയുടെ. അദ്ദേഹത്തിന്റെ ബ്രില്യൻസ്, അതിലൂടെ അദ്ദേഹം കൊണ്ടുവരുന്ന ബിസിനസ് സ്ട്രാറ്റജികളിലൂടെ ഒരു ഹൈപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഹൈപ്പുകൾ പക്ഷേ ഇത് പുതുമയൊന്നുമല്ല. OnePlus ഫോണുകളുടെ പിന്നിൽ അദ്ദേഹം ഇരുന്ന കാലത്തും ഇതുപോലെ ഹൈപ്പുകൾ ഉണ്ടാവാറുണ്ട്. OnePlus ഫോണുകൾ ആ ഹൈപ്പിനനുസരിച്ച് വരാറുമുണ്ട്. അങ്ങനെയുള്ള കാലത്ത് OnePlus നമ്മൾ വിശ്വസിച്ച് വാങ്ങിയിരുന്നു. അത് ആ OnePlus ഫോണുകളുടെ സുവർണ്ണകാലവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമുക്കറിയാം കാൾപേ ഇപ്പോൾ വേറെയാണ്. അദ്ദേഹം നത്തിങ് ഫോൺ കൊണ്ടുവരുമ്പോൾ അന്ന് കിട്ടിയ പോലെ നല്ല ഒരു നത്തിങ് ഫോൺ കിട്ടും, അല്ലെങ്കിൽ അന്ന് OnePlusൽ നമ്മൾ കണ്ട പോലെ ഒരു ക്വാളിറ്റിയുള്ള സർവീസും പ്രൊഡക്റ്റും ഒക്കെ കാൾപേ ഈ ഫോണിലൂടെ തരുമെന്നുള്ള വിശ്വാസമാണ് ഇതിൻ്റെ ഈ ഹൈപ്പിൻ്റെ എല്ലാം ഒരേ ഒരു അടിസ്ഥാനമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളിൽ പലരും അതുതന്നെയായിരിക്കും വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും ഈ ഹൈപ്പുകൾ കണ്ടുകൊണ്ട് കയ്യിലെ കാശ് കൊണ്ട് മുടക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റേത് ഷവോമി, റിയൽമി അല്ലെങ്കിൽ സാംസങ് ഏത് ഫോണാണെങ്കിലും എന്ത് ഹൈപ്പ് ഉണ്ടാക്കി വന്നാലും നമുക്കറിയാം അതെങ്ങനെയാണ് എന്താണെന്നുള്ളത്. ബട്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും? ഈ ഒരു വ്യക്തിയുടെ മേലുള്ള വിശ്വാസം ഒഴിച്ചു നിർത്തിയാൽ ഒരു കാര്യവും നമുക്കറിയില്ല. ഇതിൻ്റെ ഹാർഡ്വെയർ എത്രത്തോളം നന്നായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഏത് തരത്തിൽ വർക്ക് ചെയ്യും, എത്ര അപ്ഡേറ്റ് കിട്ടും, ഇതിൻ്റെ സർവീസ് എങ്ങനെയാണ് കിട്ടുക, ഒരു കാര്യങ്ങളും നമുക്കറിയില്ല. ഈ കേൾക്കുന്നതെല്ലാം റൂമേഴ്സുമാണ്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ദിവസം ചാടി കയറി വാങ്ങിക്കാതെ, അല്ലെങ്കിൽ വേഗം പോയി പ്രീ ബുക്ക് ചെയ്തൊക്കെ വാങ്ങിക്കാതെ, സാധാരണക്കാരായ ആൾക്കാരോടെ ഞാൻ പറയുന്നത് കേട്ടോ, കാശുള്ളവർക്ക് എന്ത് വേണേലും കാണിക്കാം. ബട്ട് ടൈറ്റ് ചെയ്ത് കാശ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം, ഫോൺ വരട്ടെ. ഞാൻ അടക്കമുള്ള എല്ലാവരും എടുത്ത് ഉപയോഗിച്ച് തീർച്ചയായിട്ടും അതിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂസും ചെയ്യും. കണ്ടതിന് ശേഷം ഓക്കെ ആണെന്ന് കണ്ടാൽ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക. അതല്ലേ നല്ലത്. ഒരാളുടെ മാത്രമല്ല, പല ആൾക്കാരും പല തരത്തിലുള്ള വീഡിയോസ് ചെയ്യും. അതൊക്കെ കണ്ടു നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. കാരണം ഇതൊരു പുതിയ ബ്രാൻഡിൻ്റെയാണ്. ഇത് എങ്ങനെ എന്ത് സംഭവിക്കുമെന്ന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങളൊന്നുകൂടി വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കാണിച്ച എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ടുള്ള ഒരു ടെൻഷൻ കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. ആവശ്യമുള്ളവർ ആവശ്യമുള്ള രീതിയിൽ മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ സോഷ്യൽ മീഡിയയിലെ ഹൈപ്പും കാര്യങ്ങളും എപ്പോഴും കാര്യങ്ങൾ കാണുമ്പോൾ എന്ത് ഹൈപ്പ് വന്നോട്ടെ, നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. അതാണ് ഏറ്റവും സേഫ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ചാനൽ ഇഷ്ടപ്പെട്ടാൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.